നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്യൂബ് ബീഡ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്യൂബ് ബീഡ്സിൻ്റെ ലോഡിംഗ് സ്റ്റിച്ചും അതുപോലെ ഡിസൈനിങ്ങുമാണ് പഠിക്കുന്നത്. ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ നമ്മൾ ലോഡ് ചെയ്തില്ലേ, സെയിം അതേപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ബോക്സ് വരച്ച് അതിലാദ്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ട്യൂബ് ബീഡ്സിന് നീളം ഉള്ളതുകൊണ്ട് നമുക്ക് കോർണർ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ സ്ലാൻറ്റിങ്ങിൽ ഓരോന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും പോലെ നമുക്ക് ബീഡ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ബീഡ് സ്ലാൻറ്റിങ്ങിൽ വെച്ചാൽ തന്നെ നമുക്ക് അവിടെ ഫില്ലാകും. താഴെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം തൊട്ടടുത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി മുകളിലേക്ക് സ്ലാൻറ്റിങ്ങിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച്. ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഒരു ട്യൂബ് ബീഡ് നമ്മൾ കോർത്ത് കൊടുത്തു. ഇനി താഴെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. ഇനി വീണ്ടും മുകളിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. ഒരു ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും റിവേഴ്സ് മുകളിൽ പോയി ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ലൈൻ ഫുള്ള് ഫില്ല് ചെയ്യണം. ഇവിടെ നമ്മൾ 2 ബീഡൊന്നും വെച്ച് ചെയ്യാറില്ല കേട്ടോ. കാരണം ഒരു ട്യൂബ് ബീഡ് വെച്ച് നമ്മൾ ചെയ്താൽ തന്നെ നല്ല ബ്രോഡായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു ട്യൂബ് ബീഡ് എന്ന് പറയുമ്പം 2 കട്ട് ബീഡ്സ് ഒരുമിച്ച് കോർത്താൽ അല്ലെങ്കിൽ 3 ഷുഗർ ബീഡ്സ് ഒരുമിച്ച് കോർത്താൽ എത്ര ബ്രോഡ് ഉണ്ടാവും, അത്രയും നീളത്തിലാണ് ട്യൂബ് ബീഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ട്യൂബ് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ബ്രോഡായിട്ട് നമുക്ക് ലോഡിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഷുഗർ ബീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് ഡിസൈൻ ചെയ്യാം. അത് ഞാൻ കാണിക്കാം കേട്ടോ. ബ്ലൗസിൻ്റെ നെക്കിലോ അല്ലെങ്കിൽ സ്ലീവ്സിൻ്റെ ബോർഡറായിട്ടൊക്കെ ത്രെഡിന് പകരം നമുക്ക് ഇതുപോലെ ട്യൂബ് ബീഡ്സ് വെച്ച് ലോഡ് ചെയ്യാം. ഡബിൾ കളറൊക്കെ യൂസ് ചെയ്യാം. കുറച്ച് ഭാഗം സാരിയുടെ കളറ്, അത് കഴിഞ്ഞ് അടുത്ത കുറച്ച് ഭാഗം നമുക്ക് ബ്ലൗസിൻ്റെ കളറ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഡബിൾ കളറിലൊക്കെ ലോഡ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഞാൻ ഡബിൾ കളറിൽ ലോഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇനി ഈ ഒരു കുറച്ച് ഭാഗം ഞാൻ വേറെ കളർ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ത്രെഡ് എൻഡിനോട്ടിട്ട് ഫിനിഷ് ചെയ്യാം. പിന്നെ എപ്പോഴും ബീഡ്സിൻ്റെ കളർ തന്നെ ത്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് എടുത്തറിയാതിരിക്കത്തുള്ളൂ. സാധാ സ്വിങ് ത്രെഡാണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബീഡ്സിൻ്റെ കളർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം ക്ലോത്തിൻ്റെ കളർ എടുക്കുക. ഇവിടെ ഞാൻ റെഡ് കളർ ട്യൂബ് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റെഡ് കളർ സ്വിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ താഴേന്ന് ത്രെഡ് എടുക്കുക. അതിനുശേഷം മുകളിലത്തെ ലൈനിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, ട്യൂബ് കോർത്ത് കൊടുക്കുക. താഴത്തെ ലൈനിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും റിവേഴ്സ് മുകളിലേക്ക് പോയി ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ബീഡ് കോർത്ത് കൊടുക്കുക. വീണ്ടും താഴെ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. സ്റ്റിച്ച് ചെയ്യേണ്ടതൊക്കെ സെയിം മെത്തേഡാണ്. നമ്മൾ കളർ ചേഞ്ച് ചെയ്തേ ഉള്ളൂ. ഇതുപോലെ ബീഡ്സിൻ്റെ ലോഡിങ് നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവ്സിൻ്റെയൊക്കെ ബോർഡറിൽ കോൺട്രാസ്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ട്യൂബ് ബീഡ്സിൽ ഫില്ല് ചെയ്യുമ്പോൾ ഒരു എംബോസ്ഡ് ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ലോഡിങ് ചെയ്യണമെങ്കിൽ ഈ ഒരു ട്യൂബ് ബീഡ്സിൻ്റെ ലോഡിങ് യൂസ് ചെയ്താൽ മതി. ഇനി ഈ റെഡ് കളർ ത്രെഡും ഞാൻ എൻഡിനോട്ടിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. വീണ്ടും ബ്ലാക്ക് ട്യൂബ് ബീഡ് തന്നെയാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് ഞാൻ ത്രെഡും ബ്ലാക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ട്യൂബ് ബീഡ്സ് ഗ്ലാസ് ടൈപ്പും വരുന്നുണ്ട്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിങ്ങിലും വരുന്നുണ്ട്. മാറ്റ് ഫിനിഷിംഗ് ആണെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള ത്രെഡ് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഗ്ലാസ് ഫിനിഷിംഗ് ആണെങ്കിൽ നമ്മൾ ഏത് ത്രെഡാണോ യൂസ് ചെയ്യുന്നത് ആ ത്രെഡ് ഒന്ന് ആ ഒരു ട്യൂബിലൂടെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സെയിം കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ബ്ലാക്ക് കളർ ട്യൂബ് ബീഡ് മാറ്റ് ഫിനിഷിങ്ങിലാണ്, റെഡ് കളർ ഗ്ലാസ് ഫിനിഷിങ്ങിലുമാണ്. റെഡ് സ്റ്റിച്ച് ചെയ്യാനും ബ്ലാക്ക് കളർ ത്രെഡ് തന്നെ ഞാൻ യൂസ് ചെയ്താൽ ആ ഒരു ട്യൂബിനുള്ളിലൂടെ ആ ബ്ലാക്ക് കളർ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ത്രെഡ് ചേഞ്ച് ചെയ്ത് റെഡ് കളർ യൂസ് ചെയ്തത്. സിമ്പിൾ ലോഡിങ് ഇത്രയേ ഉള്ളൂ. ഇനി ഏതൊക്കെ രീതിയിൽ ഡിസൈൻ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. ട്യൂബ് ബീഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനാണ് കാണിക്കുന്നത് കേട്ടോ. കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് നമ്മളിത് സെയിം ചെയ്തിരുന്നു. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ട്യൂബ് ബീഡ് കോർത്ത് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. അതിനുശേഷം വീണ്ടും റിവേഴ്സ് പോയി ആ ഒരു ട്യൂബ് ബീഡിന് കുറച്ച് താഴെയായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഒരു ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കുക. താഴെ ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും റിവേഴ്സ് പോയി
ആ സെക്കൻഡ് ചെയ്ത 2 ബീഡിന് തൊട്ട് താഴെയായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, വീണ്ടും 2 ബീഡ് കോർത്ത് കൊടുത്ത് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, അതിനുശേഷം ഒരു എൻഡ് നോട്ടും കൊടുക്കുക. സെയിം ഡിസൈൻ കട്ട് ബീഡ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ 3 ബീഡ്സ് ആയിരുന്നു കോർത്ത് കൊടുത്തത്. ഇവിടെ 2 ബീഡ്സിന് നീളമുള്ളത് കൊണ്ട് നമുക്ക് ഒരെണ്ണം കോർത്ത് കൊടുത്താൽ മതി. ഇത് സിമ്പിളായിട്ട് ലീഫ് ഡിസൈൻ പോലെ നമ്മൾ കുർത്തിയിലൊക്കെ ചെയ്യുന്നതാണ്. ഇതിൽ ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തുകൊണ്ടും ഡിസൈൻ ചെയ്യാം. അതുപോലെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ വേണമെങ്കിലും കൊടുക്കാം. ഔട്ട്ലൈൻ ജെറി ത്രെഡിൻ്റെ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സിൻ്റെയൊക്കെ കൊടുക്കാം. ഇവിടെ ഞാൻ മീഡിയം സൈസ് 2 ബീഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ്ങിന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ഇനി ഞാൻ സ്മാൾ സൈസ് 2 ബീഡ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാതെയല്ലേ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് ചെയ്യാം. ഇതുപോലെ ഒരു ലീഫിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഫസ്റ്റ് ഫില്ല് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ആ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടിപ്പിൽ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ബീഡ് കോർത്ത് കൊടുത്ത് താഴെ ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും റിവേഴ്സ് നമുക്ക് മുകളിലേക്ക് ത്രെഡ് കൊണ്ടുപോയി ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, വീണ്ടും ബീഡ്സ് കോർത്ത് കൊടുക്കുക. ആ ലീഫിൻ്റെ ഷേപ്പിൽ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ചെയ്തില്ലേ, സെയിം അതേ മെത്തേഡിൽ തന്നെ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. റിവേഴ്സ് മുകളിലേക്ക് ചെയിൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ട്യൂബിൻ്റെ മിഡിലാണ് ചെയിൻ എടുക്കേണ്ടത്. എങ്കിലേ കറക്റ്റായിട്ട് ആ ഒരു ലീഫ് ഷേപ്പിൽ ഫില്ലിങ് വരത്തുള്ളൂ. ഇവിടെ 3 ബീഡ്സ് സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആ ലീഫ് ഫില്ലായി. അപ്പോൾ ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഔട്ട്ലൈൻ കൂടി കൊടുക്കണം. ഔട്ട്ലൈൻ ഷുഗർ ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം, സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജെറി ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം വരച്ചില്ലേ, സെയിം അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കുക. നമ്മൾ ഡ്രോ ചെയ്തതിൻ്റെ മുകളിൽ ബീഡ്സ് ഫില്ലായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് അനുസരിച്ച് ഔട്ട്ലൈൻ കൊടുത്താൽ മതി. അടുത്ത മെത്തേഡും ലീഫിൽ തന്നെ ഡിസൈൻ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ ലീഫാണ് വരയ്ക്കുന്നത്. ഒരു ലീഫ് വരച്ച് അതിന് സെൻറ്റർ പാർട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രീ ഹാൻഡായിട്ട് ലീഫ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രേസ് ചെയ്താലും മതി. ഇവിടെ ഞാൻ ബീഡ്സ് ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ആ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ടതിന് ശേഷമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അതായത് ഇത്രയും പാർട്ട് നമുക്ക് വിടാം. നമ്മുടെ ഫസ്റ്റ് ആ ഒരു 2 ബീഡ് എത്ര നീളത്തിലാണോ ഉള്ളത് അത്രയും ഭാഗം വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നീഡിൽ കുത്തി ത്രെഡ് എടുക്കാം. അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നേരെ മുകളിലേക്ക് ആ ലീഫിൻ്റെ തുമ്പിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും നമുക്ക് ഈ ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഇവിടെ സിംഗിളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ഒരുമിച്ച് കോർത്ത് കൊടുത്തിട്ട് താഴെ ആ സെൻറ്റർ ലൈനില്ലേ അവിടെ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഒരു സൈഡിലേക്ക് പോവുക. സൈഡിലേക്ക് പോയി ആ ഒരു ഡ്രോ ചെയ്തേക്കുന്ന ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഒരു പേളും ഒരു 2 ബീഡും കോർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സെൻറ്റർ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ പോവുക. ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഒരു പേളും ഒരു 2 ബീഡും കോർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സെൻറ്റർ ലൈനിന് തൊട്ട് താഴെയായിട്ട് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇതേപോലെ തന്നെ 2 സൈഡും നമ്മൾ ഒരേപോലെ ഫില്ല് ചെയ്ത് വരണം. കഴിഞ്ഞ ക്ലാസ്സിൽ കട്ട് ബീഡ്സിൻ്റെ ലോഡിങ് പഠിച്ചപ്പോഴും നമ്മൾ ഇതേ ലീഫ് ഫില്ലിങ് പഠിച്ചിരുന്നു. സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ പേൾസും കൂടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. പേൾസിന് പകരം ഷുഗർ ബീഡ്സോ കട്ട് ബീഡ്സോ അല്ലെങ്കിൽ 4mm 5mm അങ്ങനെ ഏത് ബീഡ്സ് വേണേലും യൂസ് ചെയ്യാം. നമ്മൾ വരച്ചിരിക്കുന്ന അതേ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ 2 സൈഡും ഒരേപോലെ തന്നെ ഫില്ല് ചെയ്ത് വരിക. ഇതേ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഓരോ സൈഡായിട്ട് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. പക്ഷേ ഓരോ സൈഡായിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. 2 സൈഡും ഒരേപോലെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വരത്തില്ല. ലാസ്റ്റിൽ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം 2 സൈഡും ഒരേപോലെ ഫില്ല് ചെയ്ത് വന്നുകൊണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരികയാണ്, അതല്ല 2 സൈഡും വേറെ വേറെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും ഇടയ്ക്ക് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്താൽ മതി. ആ ഒരു മെത്തേഡ് കൂടി ഞാൻ കാണിക്കാം. സെൻറ്റർ ലൈനാണ് കേട്ടോ ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെൻറ്ററിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ സൈഡായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. മുന്നേ ലീഫ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഓരോ സൈഡായിട്ട് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിച്ചു പോകുന്നത്. 1 സൈഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യണം. ഇനി അടുത്ത സൈഡ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക.
ഇതുപോലെ ഓരോ സൈഡായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് വരും. ഇടയ്ക്ക് ഗ്യാപ്പ് വരുവാണെങ്കിൽ ഒന്നുകിൽ സെറി ത്രെഡോ അല്ലെങ്കിൽ ബീഡ്സോ ഒക്കെ യൂസ് ചെയ്ത് ഫില്ല് ചെയ്താൽ മതി. ബീഡ്സ് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിലിരിക്കും. ഇവിടെ മുകളിൽ ചെയ്ത പോലെ നമുക്ക് ബീഡ്സൊക്കെ ആഡ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ഈ സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. 2 ബീഡ്സിൻ്റെ ഡിസൈനിങ് ഈ ഒരു ക്ലാസ്സിൽ തീരുന്നില്ല. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്